ഒരു കാര്യം തീർച്ചു പറയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുൾപ്പെടെ കേരള സമൂഹത്തിന് പിണറായി എന്ന കള്ളനാണയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ എത്രയോ മൗറീഷ്യസ് കമ്പനികളിലോ അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കും നമുക്ക് കിട്ടിയത് 1.72 ഇപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കില്ല. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. 2019 ക്ലോസ് ചെയ്തു പോയ ഒരു അക്കൗണ്ടാണ് അത്. മുൻ ഭർത്താവ് ക്ലോസ് ചെയ്തപ്പം ആണ് അങ്ങനെ ക്ലോസ് ആയി പോയതാണ്. എന്തോ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എങ്ങനെയാണ് മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നേറ്ററി ആയിരുന്നു. അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ്. ഒരു സംശയം വേണ്ട. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ ഇനി കേവലം 1.5 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ചയായി തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നതും LDF വരും എല്ലാം ശരിയാകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി മാറുന്നതുമെല്ലാം കേരളം കണ്ട കാഴ്ച തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഉൾപ്പെടെ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം ഉൾപ്പെടെ താറുമാറാക്കിയ ഭരണമാണ് പിണറായി വിജയൻ്റേത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയൻ എന്ന കള്ളനാണയത്തെ CPM-കാർക്ക് പോലും തിരിച്ചറിയത്തക്ക രീതിയിൽ താൻ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചു എന്നാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ കക്ഷി ചേർന്ന BJP നേതാവായ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ താറുമാറാക്കുന്ന രീതിയിൽ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ തൻ്റെ കയ്യിലുണ്ടെന്നും ഈ പണമത്രയും പിണറായി വിജയൻ്റെ മകൻ ജോലി ചെയ്യുന്ന വിദേശ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുമാണ് ഷോൺ ജോർജ് പരാതിയായി ഉന്നയിച്ചത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസിൻ്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. വൈകാതെ വീണ വിജയൻ ജയിലിലാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ നിയമവ്യവഹാരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഈ വിഷയത്തിൽ വീണ വിജയനെതിരെ കേസെടുക്കാനാകുമോ എന്ന വിദഗ്ധ നിയമോപദേശത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇതിന് നിയമോപദേശം തേടിയിരിക്കുന്നു എന്നറിയുമ്പോൾ വൈകാതെ തീർച്ചയായും വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണത്തെ തുടർന്ന് അവർ സമർപ്പിച്ച ഉത്തരവിനെ തുടർന്ന് അറസ്റ്റിലാകും, ജയിലിൽ പോകും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPM-നും ഉണ്ടായ കനത്ത പരാജയത്തിന്റെ ഒരു കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തന്നെയായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ദൂരം മുന്നോട്ട് പോയ ഷോൺ ജോർജിന്റെ പ്രവൃത്തികൾ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വിചാരണ കഴിഞ്ഞ അവസരത്തിൽ അറസ്റ്റിലാകും എന്നൊരു ഘട്ടത്തിലാണ് ഷോൺ ജോർജിന്റെ ഈ അഭിമുഖത്തിന് പ്രസക്തിയേറുന്നത്. പിണറായി വിജയന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും കേരളത്തിലെ ഭരണത്തിന്റെ അരാജകത്വത്തെക്കുറിച്ചും ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തന്റെ അഭിമുഖത്തിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. TP നന്ദകുമാറിന് ഷോൺ ജോർജ് അനുവദിച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഷോൺ ജോർജും പിണറായി വിജയനും തമ്മിലുള്ള. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് വൻ വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് കെട്ടടങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്തായിത്തീരും നമ്മുടെ SFIO അന്വേഷണം? ഞാൻ എന്തായി തീരുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഒരു കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പോരാട്ടം ആരംഭിച്ചത്. ആ അന്വേഷണം നടക്കുന്നു. അവിടെ എനിക്ക് ബോധ്യമുള്ള ചില വിഷയങ്ങളുണ്ട്. ആ ബോധ്യങ്ങളാണ് ഞാൻ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതും ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ SFIO പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഷോൺ ജോർജ് എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ 1 മുമ്പ്
പിണറായി വിജയൻ അറസ്റ്റിലാകും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം വെച്ചാൽ ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഈ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ED ഒക്കെ ഒരു ആക്ഷൻ അനുസരിച്ച് അങ്ങനെയല്ല SFI. മനസ്സിലാക്കിയെടുത്തോളം അവർ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു രീതിയുണ്ട്. ബഹളങ്ങളുള്ള ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ED പ്രവർത്തിക്കുന്നത്, പക്ഷേ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് SFI പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തന്നെ ഒരു വലിയ വ്യത്യാസം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഈ നിയമ പോരാട്ടത്തിന് കേരളത്തിലൊരു വില കിട്ടിയില്ല എന്ന് പറയാൻ കഴിയുമോ? ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വില കിട്ടിയത് എൻ്റെ പാർട്ടിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും CPM അടി കിട്ടി എന്നുള്ളത് കാര്യം വ്യക്തമല്ലേ? CPM അടി കിട്ടിയതിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട് ഈ SFI? 100%. ഈ CPM ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു കാര്യം തീർത്ത് പറയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുൾപ്പെടെ കേരള സമൂഹത്തിന് പിണറായി എന്ന കള്ള നാണയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെല്ലാവർക്കും അത് കക്ഷിഭേദമില്ലാതെ, അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കേരള കോൺഗ്രസ് നേതാക്കന്മാർ, എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരും സമ്മതിക്കുന്ന, എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം, ഈ പിണറായി 2021 പിണറായി അല്ല, 2024 മെയ് മാസത്തിൽ ലോക്സഭാ ഇലക്ഷൻ നേരിട്ട പിണറായി. ഒരു നിസ്സാര ഉദാഹരണം പറയട്ടെ, എവിടെയെങ്കിലും പിണറായിയുടെ ഒരു പോസ്റ്റർ കണ്ടോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൂടെ? സ്ഥാനാർത്ഥിമാരെല്ലാം അവരവരുടെ മണ്ഡലത്തിൽ പിണറായി എത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം വിചാരിക്കുന്ന, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റാർ കമാൻഡറാണ്, ക്രൗഡ് പുള്ളറാണെന്ന് അദ്ദേഹം വിചാരിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അയാൾ എല്ലായിടത്തും പോയി. പക്ഷേ അദ്ദേഹം വരരുത് എന്ന് നല്ലൊരു ശതമാനം, കഴിഞ്ഞ ദിവസം തോമസ് ചാഴികാടൻ തുറന്നു പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും അത് പറയുന്നുണ്ട്. അദ്ദേഹം അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് തിരുത്തി. അപ്പോൾ പിണറായിക്കെതിരെ വർത്താനം പറയും. ഇപ്പോൾ 6 ജില്ലാ കമ്മിറ്റികൾ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പിണറായിക്കെതിരെ വർത്താനം പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് ഈ പറയുന്ന മാസപ്പടി വിവാദം തന്നെയാണ് ഏറ്റവും അധികം പ്രശ്നമായി മാറിയത്. തീർച്ചയായിട്ടും. അതല്ലാതെ വേറെ എന്താണ് വേറെ അലിഗേഷൻ? മാസം മാത്രമല്ല, പിണറായിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് വീണ വിജയന്റെ പേര് പറഞ്ഞ് ഇത്ര ഒരു ആരോപണം ഉണ്ടായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതല്ലേ? ഇതിന് ഉത്തരം പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല, വീണയാണ്. വീണയെ ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്താണ് സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറഞ്ഞത്? എത്ര ദയനീയമാണ് ആ അവസ്ഥ. ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ച 29 പേരാണ് സംസാരിച്ച 20 പേരും ഈ വിഷയം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പിണറായിക്കെതിരെ പറഞ്ഞത്. അപ്പോൾ വീണ ഉത്തരം പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ അവസാനമായി പറഞ്ഞ വീണയ്ക്ക് അക്കൗണ്ടുള്ള വിദേശ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു. ആരാണ് ന്യായീകരിക്കുന്നത്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ആരാണ് ന്യായീകരിച്ചത്? അവിടുന്ന് ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞ മറ്റൊരു പേരുള്ള കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളും വീണയായിട്ട് ബന്ധമില്ല. ഞാൻ അവരെ കുറിച്ച് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല, എക്സാലോജിക് എന്ന പേരിൽ വീണ ടീം സുനീഷ് വീണയുടെ മുൻ ഭർത്താവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുണ്ട്. 2019 അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ലാവലിനുൾപ്പെടെ PW പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. ഇതല്ല ഞാൻ പറഞ്ഞത്. അവർ നിഷേധിക്കാൻ പറ്റും. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ, പ്രത്യേകിച്ചും എന്നാ പറയുന്നത്, ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളുടെ വ്യക്തിയുടെ മകൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചാൽ അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം, അവരുടെ മുഖം അന്വേഷിക്കാൻ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കപ്പെടുകയല്ലേ? എന്തുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? അവരെന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല? തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ എനിക്ക് വിവരങ്ങൾ തന്ന ആളുകൾ ജയിലിൽ പോകും. മനസ്സിലായില്ല? അത് ഒഫീഷ്യലായിട്ട് മാത്രമേ എടുക്കൂ. അതിനുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കള്ള നാണയത്തെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല സഖാക്കളെല്ലാം പോയി. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ പിണറായി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. എന്തിന്? കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കാരണക്കാരനായ MVRന്റെ മകനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച് നിയമസഭാ ഇലക്ഷൻ മത്സരിപ്പിക്കും. ഒന്ന് മത്സരിപ്പിച്ചു, ഔദ്യോഗികമായി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം ഇവർ ഈ പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ഇനി എങ്ങനെ പാടും? ആ പുഷ്പൻ ആരായി? ഒരു ചോദ്യമില്ലേ? ആ പുഷ്പൻ ഇപ്പം ആരായി? ആ പുഷ്പനെ കാണാൻ വീട്ടിൽ ഇനി ഇദ്ദേഹം നികേഷ് കുമാർ സന്ദർശനം കൂടെ നടത്തിയാൽ പൂർണ്ണമായി. ഇവരെ എങ്ങനെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൊണ്ട് ഇവരെ പക്ഷെ നാണമില്ല കേട്ടോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചുപോയി. ഇവിടെ ഇപ്പോൾ ഉള്ളത് പിണറായി ലിമിറ്റഡ് കമ്പനിയാണ്. ആ ലിമിറ്റഡ് കമ്പനിക്ക് എന്തും ചെയ്യാം. നല്ല കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചുപോയി. അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുമോ? ആരൊക്കെയോ ഇപ്പോഴും ഉണ്ടെന്നുള്ള തെളിവുകളാണ് 6 ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എതിർ സ്വരം ഉയർന്നത്. എന്നാൽ പോലും അതിനെ അടിച്ചമർത്താൻ ഉള്ള ഈ ദിവസങ്ങളിൽ പിന്നെ ബഹളങ്ങളൊക്കെ നിന്നല്ലോ. ഇനി അത് അടിച്ചമർത്തപ്പെടും.
പിണറായിക്കെതിരെ ആരൊക്കെ സംസാരിച്ചോ അവരൊക്കെ വരുന്ന നാളുകളിൽ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി ഇല്ലാതാക്കി കളയും. അങ്ങനെയുള്ള ഒരു പ്രതികരണമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? വളരെ എല്ലാ തട്ടിലും അടിത്തട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണമല്ലേ ഉണ്ടായിട്ടുള്ളത്? അതിനടിസ്ഥാനപരമായിട്ട് ഈ SFIO അന്വേഷണം തന്നെയല്ലേ കൃത്യമായി പറഞ്ഞത്? 100%. കാരണം ഇതിനെ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആകെപ്പാടെ തന്നെ ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാലോജിക്ക് വേറൊരു കമ്പനിയെ കൊണ്ട് അവരെ കൊണ്ട് ദുബായ് പത്രസമ്മേളനം നടത്തി ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് ആരോപണമാണ് ഇവർക്ക് കൃത്യമായി നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആൻസറബിൾ ആയ ഒരു വ്യക്തിയാണ്. ആ ആൻസറബിൾ ആയ ഒരു വ്യക്തി, അക്കൗണ്ടബിൾ ആയ വ്യക്തിക്കെതിരെ ഇത്ര വലിയൊരു ആരോപണം വന്നിട്ട് അതിനെ പ്രതിരോധിക്കാനോ അതിന് മറുപടി പറയാനോ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ആ പാർട്ടി സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല. അത് ജനം വിലയിരുത്തും അതിനെ. ഇപ്രാവശ്യം BJPക്ക് ഇതുകൊണ്ട് എത്രമാത്രം ഗുണം കിട്ടിയിട്ടുണ്ട്? BJPയുടെ നല്ല കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം, അതായത് ഫൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം, ഇപ്പൊ ഞാൻ ഒരു തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കിയ വോട്ട് കൂടിയത് എത്ര ശതമാനം വോട്ട് കൂടി? അപ്പോൾ അത് പരമ്പരാഗത CPM വോട്ടുകൾ തന്നെയാണ് ചോർന്നിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല 3% വോട്ട് ഷെയർ വർദ്ധിച്ചിരുന്നു. 20% BJPയുടെ വോട്ട് വർദ്ധിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനകത്ത് ഇപ്പം കോൺഗ്രസിന് വോട്ട് കൂടിയ 3-4 രാഷ്ട്രീയ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ. ഞാനത് അങ്ങനെ എടുത്തു പറയുന്നില്ല, എനിക്ക് ഈ വർഗീയത പറയുന്ന അല്ല, വർഗീയ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഇഷ്ടമല്ലാത്ത വ്യക്തി. ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഹൂ ഈസ് അഗൈൻസ്റ്റ് BJP എന്ന് ചിന്തിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇവിടെ. ആ കൺസോൾട്ടേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസ് അനുകൂലമായി നിൽക്കും. ആ ഒരു കൺസോൾട്ടേഷനൊപ്പം CPMന്റെ ഉള്ളിൽ നിന്നും വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ CPMന്റെ ഉള്ളിൽ നിന്നും പാർട്ടിയോടും പിണറായി വിജയന്റെ ദുർഭരണത്തോടും ഉള്ള ഒരു വലിയ, അതുപോലെ ഇവരുടെ നവകേരള സദസ്സ് 12 സ്കൂളിന്റെ മതിലാണ് കോട്ടയം ജില്ല. എൻ്റെ ജില്ലാ പഞ്ചായത്തിൽ മാത്രം 12 സ്കൂളിന്റെ മതിലാണ് പൊളിച്ചു പണിയുന്നത് മുഖ്യമന്ത്രിയുടെ വണ്ടി കയറ്റാൻ വേണ്ടി. ഇവിടെ മനുഷ്യന് ഇപ്പോൾ ഇന്ന് നമ്മുടെ പെൻഷൻ വിതരണം ഇന്ന് നടക്കുന്നുണ്ട്, ഇന്ന് പ്രഖ്യാപിച്ചു. ആ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ ആഡംബരങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് എന്താ? ഇവിടെ പാവപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോൾ ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും നിയമസഭയിൽ പറഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി കാരണം വിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല, പച്ചക്കറിയുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ 3 കോടി രൂപയ്ക്ക് വീണ്ടും പുതുക്കുന്നത്. ഇത് രണ്ടും ഒരു സംസ്ഥാനത്താണ് നടക്കുന്നത്. ഒരേപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു കാര്യം പറയും, തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രി എന്താ രാജാവാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ വന്നപ്പോൾ മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളൂ. ഇതിനേക്കാൾ പ്രഗത്ഭർ ഈ നാട് ഭരിച്ചിട്ടില്ലേ? കെ കരുണാകരനും EK നായനാരും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഭരിച്ചിരുന്നല്ലോ. അന്നൊക്കെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. ഇത് ആരും ചോദിക്കാനില്ല, രാജാവാണെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുകയാണ്. ഇതെവിടെ പോയി നിൽക്കാനാ? ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഇടപെടാൻ കാരണം, ഫൈറ്റ് ചെയ്യാൻ കാരണം, സ്വന്തം പിതാവിനെതിരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം പിണറായി വിജയൻ നടത്തിയിട്ടാണ്. ഈ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ നിരന്തരമായി അറസ്റ്റ് ചെയ്തതെന്നുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികാരം പൂർണ്ണമായും പൂർത്തിയാകുമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പ്രതികാരത്തിന് ഞാനത് അല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. ഞാൻ എൻ്റെ മനസാക്ഷിയോട് പറയുന്ന ഒരു നുണയാവും. ഞാൻ അതിവിടെ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ചിന്താഗതിയൊക്കെ അതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് പോയി. കാരണം ഇത് എൻ്റെ കടമയാണ്. ഞാൻ തുടങ്ങിയിടത്ത് എൻ്റെ ഒരു വാശിക്ക് ഞാൻ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട, ഈ നാടിനെ കൊള്ള ചെയ്തവർക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ഈ സമൂഹത്തിൽ അവശേഷിക്കാൻ എനിക്ക് അർഹതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇത് കാര്യത്തിൽ ഇടപാട് ഏകദേശം ഒരു ചെറിയ എമൗണ്ട് അല്ല നടന്നിരിക്കുന്നതെന്ന് അറിയാലോ. നമ്മളെ അക്കൗണ്ടിൽ കൂടെ വന്ന 1,72,00,000 രൂപ മാത്രമാണ്. ബാക്കി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ 100 കോടി രൂപയാണെങ്കിലും പിന്നീട് കോടാനുകോടി രൂപ ഇതിൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങോട്ട് പോയി? ഇത് അമേരിക്കയ്ക്ക് പോയി. പച്ചയ്ക്ക് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോയി. ഇത് എവിടെ നിന്നൊക്കെ ഇപ്പം എനിക്കറിയാവുന്ന ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇനി ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. ഇപ്പം ഒരു വഴിക്ക് പോയപ്പോൾ ഞാനൊരു മൗറീഷ്യസ് വരെ എത്തി. ഒരു വഴിക്ക് പോയപ്പോൾ അതിനൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ വലിയ രേഖകളൊന്നുമില്ല. പക്ഷേ മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഫ്ലാറ്റിൽ ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ആ മൗറീഷ്യസിലുള്ള കമ്പനിയുടെ കേരള ഓഫീസിൻ്റെ അവസ്ഥ. അത് കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിക്കിട നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ അങ്ങനെ എത്രയോ മൗറീഷ്യസ് കമ്പനികളിലോ
അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കുന്ന നമുക്ക് കിട്ടിയത് 1.72 ആണ്. ഇപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കില്ല, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. 2019 ക്ലോസ് ചെയ്തു പോയ ഒരു അക്കൗണ്ടാണ് അത്. മുൻ ഭർത്താവ് ക്ലോസ് ചെയ്തപ്പം ആണ് അങ്ങനെ അതും ക്ലോസ് ആയി പോയതാണ്. എന്തോ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എങ്ങനെയാണ് മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നേറ്ററി ആയിരുന്നു. അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നൊരു പേരുണ്ട്. എന്താണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറാണ്. കേരളത്തിന്റെ ഓരോ ചലനങ്ങളും വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഫാരിസ് അബൂബക്കറാണ്. അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാര്യമാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ കാര്യമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും എല്ലാം അവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്. ആ ഫാരിസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ്. ഇതപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ശേഷകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചാലും അത് ഭയപ്പെടാനില്ല. ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെ മുഖ്യമന്ത്രിയാവുന്നു നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വരുന്ന കാര്യങ്ങളെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.